ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭക്തർക്ക് എന്നും ആനന്ദം പകരുന്ന ഗുരുവായൂർ പുണ്യഭൂമിയിൽ ഇന്ന് ഉച്ചപൂജയ്ക്ക് ഭഗവാൻ അതിമനോഹരമായ രൂപത്തിലാണ് വിളങ്ങുന്നത്. ദുഷ്ടതയെ അടിച്ചമർത്തി ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്ന കാളിയമർദ്ദന ഭാവത്തിൽ കളഭാലങ്കാരത്താൽ തിളങ്ങുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് കണ്ടാലോ? ഹൃദയത്തിലെ വിഷസർപ്പങ്ങളെ കീഴടക്കുന്ന ഗുരുവായൂരപ്പനാണ്. അതാണ് കാളിയമർദ്ദനം എന്ന് പറഞ്ഞ ഭാവം. ഈ ഒരു ഉച്ചപൂജയുടെ കളഭാലങ്കാരം കാണുമ്പോൾ ഓരോ ഭക്തൻ്റെയും ഉള്ളിൽ ഭക്തിയുടെ യമുനാ തടങ്ങനെ ഒഴുകുകയാണ്. കാളിയനാകുന്ന സർപ്പത്തിൻ്റെ പണത്തിനു മേലെ ചുവട് വെച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ. കാളിയൻ എന്ന വിഷസർപ്പത്തിൻ്റെ ശിരസിൽ കയറി നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. കാളിയൻ്റെ പത്തിയിൽ തൻ്റെ കുഞ്ഞു കാലുകൾ അമർത്തി ചവിട്ടിയാണ് ഭഗവാൻ നിൽക്കുന്നത്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. അതിങ്ങനെ കിടന്ന് തിളങ്ങുക കണ്ണൻ്റെ കുഞ്ഞിക്കാലിൽ. അരയിൽ മഞ്ഞപ്പട്ട് കോണകാണ് ഉടുത്തിട്ടുള്ളത്. ഒപ്പം കിങ്ങിനിയും അരമണിയുണ്ട്. കിങ്ങിനിയും അരമണിയും ഒക്കെ ഭഗവാന്റെ കുഞ്ഞു വയറിനോട് ഇങ്ങനെ പറ്റി നിൽക്കുകയാണ്. കഴുത്തിൽ അതിമനോഹരമായിട്ട് മുല്ലമുട്ടുമാലയുണ്ട്. പിന്നെ താമര, തുളസി, തെച്ചിപ്പൂക്കൾ എന്നിവ കൊണ്ട് കെട്ടിയെടുത്തിട്ടുള്ള തടിച്ചുരുണ്ട ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ എങ്ങനെയാ നിൽക്കണേ നോക്കൂ. കാളിയൻ്റെ പത്തിക്ക് മുകളിലാണ് നിൽക്കണത്. എങ്ങനെയാണ്? വലത് കയ്യിൽ തൻ്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴൽ പിടിച്ചിട്ട് ഇടത് കയ്യിൽ കാളിയ സർപ്പത്തിൻ്റെ വാലിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് കണ്ണൻ നിൽക്കുന്നത്. ഒരു കയ്യിൽ കാളിയൻ്റെ വാലും രണ്ടാമത്തെ കയ്യിൽ പൊന്നോടക്കുഴലുമാണ് ഉണ്ണിയുടെ നിപ്പ്. ശിരസിൽ സ്വർണ്ണക്കിരീടമുണ്ട്. കാതുകളിൽ ചെവിപ്പൂക്കളുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപിയും പിന്നെ ആ മുഖത്ത് ആ ചെറുമന്ദഹാസം. നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഭഗവാൻ ഇങ്ങനെ തിളങ്ങുകയാണ്. കാളിയൻ എന്ന് പറഞ്ഞാൽ അത് അഹങ്കാരത്തിൻ്റെ പ്രതീകമായിട്ടാണ്. യമുനാ നദിയിലെ വിഷം ചീറ്റുന്ന കാളിയൻ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തിൻ്റെയും ക്രോധത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. ഭഗവാൻ കാളിയൻ്റെ പത്തിയിൽ നൃത്തം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ചീത്ത ചിന്തകളെ അടിച്ചമർത്തി മനസ്സിനെ ശുദ്ധീകരിക്കണു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഭയങ്കരമായ ഒരു സർപ്പത്തിന് മേലെ നിൽക്കുമ്പോഴും ഭഗവാന്റെ മുഖത്ത് മന്ദഹാസാണുള്ളത്. ജീവിതത്തിലെ പ്രതിസന്ധികളെയും ദുഷ്ടശക്തികളെയും ഒക്കെ പുഞ്ചിരിയോടെയും ഈശ്വരവിശ്വാസത്തോടെയും നേരിടണമെന്നാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. കാളിയൻ ഒടുവിൽ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചപ്പോൾ ആ വിഷം പോലും അമൃതായി മാറിയെന്നാണ്. അതുപോലെ നമ്മളും ഭഗവത് പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങൾ തീരും എന്നുള്ള ആത്മീയ സത്യമാണ് ഈ അലങ്കാരം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഗുരുവായൂരപ്പ, ഞങ്ങളുടെ മനസ്സിലെ ചീത്ത ചിന്തകളാകുന്ന വിഷം നീക്കി നല്ല ചിന്തകൾ നിറയ്ക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനെ, നിന്റെ ആ പുഞ്ചിരി തൂകുന്ന മുഖം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിൽ തെളിഞ്ഞു നിൽക്കണമേ എന്നും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നാരായണ നാമം ജപിക്കാം. ഈ കാളിയമർദ്ദന രൂപദർശനം ലഭിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലെ സർവ്വ ആപത്തുകളും നീങ്ങട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.